മാവേലി ശരിക്കുള്ള മാവേലി കൊടവയറുള്ള മാവേലി അല്ല മാവേലിയുടെ യഥാർത്ഥ രൂപം പറയുന്നുണ്ട്. ഇപ്പൊ ഇത് ശരിക്കുള്ള മാവേലിയാണെന്ന് തോന്നുന്നു. ഇതാ റിയൽ മാവേലി. വയറൊക്കെ കുറഞ്ഞു. കിമ്മിനി പോകുന്നുണ്ടോ? ന്യൂജൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല പാതാളത്തിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ബന്ധപ്പെട്ട് വരുമ്പോ പ്രത്യേകിച്ച് ഞാൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ ലഹരി മുക്തം അതിനൊന്ന് ലഹരി പിടിപ്പിക്കാൻ വന്നാണ്. അല്ല വയറൊക്കെ ആയിട്ട് വരുമ്പോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. വയറൊക്കെ കുറച്ചൊന്ന് വന്നത്. ഈ പാതാളത്തെ കുറിച്ച് മൊത്തത്തിലൊരു ധാരണയുണ്ട്. പാതാളം എന്ന് പറയുമ്പോൾ പാതാളമല്ലേ, ഈ പറയുന്ന പോലെ വികസനങ്ങളൊന്നും ഇല്ല. ശരിക്കും എന്താണ് പാതാളത്തിന്റെ? പാതാളം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും ഏറ്റവും സമാധാനമുള്ള ഒരു സ്ഥലമാണ് പാതാളം. അതുകൊണ്ടാണ് നമ്മള് വർഷത്തിൽ അല്ലെ ഇടയ്ക്കിടയ്ക്ക് വരാറുന്നല്ലോ. അപ്പോൾ ഒരു വർഷത്തിൽ മാത്രം വരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി അവിടെ സമാധാനം ഉള്ളത് കൊണ്ടാണ് അവിടെ ഇപ്പൊ താമസിക്കുക. ഇവിടെ ഇപ്പം സമാധാനം ഇല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കാലമാണല്ലോ. അവിടെ പാതാളത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് മാവേലി? ഞാനോ ഞാന് ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഞാൻ പ്രത്യേകിച്ച് ഒരു മാവേലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കലാകാരൻ കൂടിയാണ്. അപ്പൊ ഞാൻ കലയിലൂടെയാണ് നമുക്ക് ഈ ലോകത്തെല്ലാം കൂടുതൽ പെട്ടെന്ന് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത് കലയിലൂടെയാണ് അല്ലേ. അപ്പൊ ഞാൻ എന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രിയാണ് ചെയ്യാറുള്ളത്. മിമിക്രിയാണല്ലേ? മിമിക്രിയാണ്. അങ്ങേ ഒന്ന് അനുകരിച്ച് വേണമെങ്കിൽ തുടങ്ങാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തായാലും 24ന്റെ ഈ ഒരു പരിപാടിക്ക് ഇതിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.